നിങ്ങളുടെ ബുദ്ധി. വെട്ടല്ലേ, കള്ളനൊന്നുമല്ല. ഈ നിൽക്കുന്നത് സാധുവും ബുദ്ധിഹീനുമായ സാക്ഷാൽ അബ്ദുൽ ഖാദറാണ്. അകത്തെങ്ങനെ കടന്നു? ഈ പയ്യൻ വരുമ്പോൾ വാതിലുകളായ വാതിലുകളെല്ലാം താനേ തുറക്കപ്പെടും. ഹൃദയങ്ങളായ വെറുതെ പറയാതിരിക്കൂ. എങ്ങനെ കടന്നു? അടുക്കള വഴി. വല്ല കമ്പ് വിട്ട് സാക്ഷി നീക്കി തുറന്നല്ലേ? പല കള്ളന്മാരും അത് കണ്ടെങ്കിലോ? ഇനി അവരും കയറും. ഇനി ഈ വീട്ടിൽ മനസമാധാനത്തോടെ എങ്ങനെ താമസിക്കും? ബ്ലഡി ഫൂളെ, വാതിലടച്ചിട്ടില്ലായിരുന്നു. ഓ, ഒരുമാതിരി വാതിലടച്ചിട്ടില്ലായിരുന്നത്രേ. യാ റബ്ബുൽ ആലമീൻ. പെണ്ണുങ്ങൾ ചെയ്ത തെറ്റിനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ? പൂവമ്പഴോടെ പൂവമ്പഴം ഒരിടത്തും ഇല്ല. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഓറഞ്ചസ് തിന്നിട്ടുറങ്ങാം. പൂവമ്പഴം എങ്ങുമില്ല. ഞാൻ മലവെള്ളം നീന്തി കൊണ്ടുവന്നതാണ്. ചുമ്മാ നുണയൊന്നും പറയണ്ട. ഓറഞ്ച് എനിക്ക് ഇഷ്ടമല്ല. കൊണ്ടുവന്നവർ തന്നെ തിന്നോളൂ. ജമീല, എണീറ്റ് വരൂ. ജമീല, എണീറ്റ് വരൂ. എനിക്ക് ഉറക്കം വരുന്നു. ജമീല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണ്. നോക്ക്, ഞാൻ പുഴ നീന്തി വെള്ളം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞത് പൂവമ്പഴാണ്. നാട്ടിൽ പൂവമ്പഴം ഇല്ല. നാളെ ഞാൻ എവിടുന്നെങ്കിലും വാഴ തൈകൾ കൊണ്ടുവരും. ഓ, അതെല്ലാം കുലച്ച് കായായി പഴുത്ത് ഞാൻ തിന്നോളാം. ആട്ടെ, ഇപ്പൊ ഈ ഓറഞ്ചസ് തിന്നു. നല്ല വിറ്റാമിൻസ് ഉള്ളതാണ്. എനിക്ക് വേണ്ട. നീ തിന്നേ തീരൂ. തിന്നില്ലേ തല്ലി തീറ്റിക്കോ? എനിക്ക് മനസ്സില്ല. മനസ്സില്ല? ഇല്ല. അതെ, നിന്നെ ഹറുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബിരിയാണി വെക്കാൻ പോണു. എടുത്ത് തിന്ന്. ഭർത്താവ് പറഞ്ഞ കൂട്ടാക്കില്ലേ? എടുത്ത് കഴിക്കടി. കഴിക്ക്. പോരാ, ഇനിയും ഇതുണ്ടോ? കാച്ചിക്കളയും. തിന്ന്. കുരു കളഞ്ഞ് പതുക്കെ തിന്നാ മതി. ഞാൻ നിന്റെ ആരാ? വെട്ടുകത്തി കണ്ടോ? നിന്റെ ആരാണ് ഞാനെന്ന്? ഭർത്താവ്.
നീ ഇനി എന്നെ നന്നാക്കാൻ ശ്രമിക്കുമോ? ഇല്ലെന്ന് വേഗം പറഞ്ഞോ, വെട്ടുകത്തി കണ്ടോ? ശ്രമിക്കില്ല. ഈ തിന്നുന്നത് എന്താണ്? ഓറഞ്ച്. വെട്ടുകത്തി കണ്ടില്ലേ? പറയൂ, തിന്നുന്നത് പൂവമ്പഴം. പൂവമ്പഴം. തിന്നുന്നത് എന്താ? പൂവമ്പഴം. എന്താ? പൂവമ്പഴം. എന്താ? പൂവമ്പഴം. പൂവമ്പഴം. Got it? അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. പകൽ വന്നു. ദിവസങ്ങൾ വർഷങ്ങളായി മാറി. നദിയിൽ അനേക തവണ വെള്ളപ്പൊക്കമുണ്ടായി. അബ്ദുൽ ഖാദർ സാഹിബിനും ജമീല ബീവിക്കും വളരെ വയസ്സായി. രണ്ടുപേരും നരച്ചു. പടുകിഴവനും കിഴവി, മക്കളും മക്കളുടെ മക്കളുമായി. അങ്ങനെ കഴിഞ്ഞു വരികയാണെങ്കിലും പഴയ സംഗതികളിൽ ചിലതെങ്കിലും ഓർക്കാതിരിക്കുമോ? അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചുകൊണ്ട് ജമീല ബീബിയോട് ചോദിക്കും, മഹാറാണി, പണ്ട് നീ പൂവമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോ രാത്രി പുഴ നീന്തി ഞാൻ എന്താ കൊണ്ടുവന്നത്? പൂവമ്പഴം. ഹാ. അതെങ്ങനെ ഇരുന്നു? ഓറഞ്ച് പോലെ ഉരുണ്ട്. എന്താ കൊണ്ടുവന്നത്? പൂവമ്പഴം.